അപ്പൊ ഇവിടെ അമ്മയും മോളും കൂടി ഇതേ കറികളൊക്കെ പകർത്തിക്കൊണ്ടിരിക്കുകയാണ്. നല്ല വരട്ടിയ ബീഫ്, അതുകൂടെ നെട്ടർ കറി എടുത്തോണ്ടിരിക്കുന്നു. ഓഹോ, നെട്ടറിന്റെ സൈഡിലൊരു നെയ്യുണ്ട്. അപ്പൊ ഇവിടെ ഒരുക്കങ്ങൾ തുടങ്ങിയിരിക്കുന്നു. ഫുള്ള് കഴിഞ്ഞു കമന്റ് വെച്ച് എല്ലാം കഴിഞ്ഞു. ഇവിടെ അടുത്ത ആള് ഇവിടെ റെഡി ആയി നിൽക്കണേ. ഇവിടെ എന്തായിരുന്നു പരിപാടി? ഞാൻ കണ്ണ് എഴുതിക്കൊണ്ടിരിക്കുന്നു. ലിപ്സ്റ്റിക് മാത്രമേ ഇട്ടിട്ടുള്ളൂ. എല്ലാവരും റെഡിയായി, ഇനി ഞാൻ മാത്രമേ റെഡി ആവാനുള്ളൂ. ഇത് അന്ന് നമ്മള് മറ്റേ ആമസോണിൽ നിന്ന് മേടിച്ച ഡ്രസ്സിന്റെ പുറത്ത് സണ്ണേട്ടന്റെ ഫ്രണ്ടിന്റെ കൊച്ചിന്റെ മാമോദിസയാണ്. അപ്പൊ അതിന് പോണം. അത് കഴിഞ്ഞിട്ട് വീട്ടില് നാളെയാണ് ഊട്ടി തിരുനാള്. അപ്പൊ തിരുനാളിന്റെ ഭാഗമായി ഞങ്ങൾ എല്ലാവരും ക്ഷണിച്ചിട്ടുണ്ട്. അപ്പൊ വൈകുന്നേരത്തെ പരിപാടി അവിടെ അങ്ങനത്തെ കൊച്ചിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളാണ്. പരിപാടികളാണ്. ചേട്ടാ പോയി കുളിച്ചിട്ട് അപ്പൊ പോകും. എന്താടാ ഒരു സ്ഥലത്ത് ഭക്ഷണം കഴിക്കാൻ പോകും. അതേത് സ്ഥലം? അപ്പൊ അങ്ങനെ ദേ ഞങ്ങൾ എല്ലാവരും ഡ്രസ്സൊക്കെ മാറി പോവാണ്. എന്താടാ? അതെ, ശ്രീവ് കുട്ടപ്പനായി ഭയങ്കര കുറുമ്പനായിട്ട് കേട്ടാ. ബിബില്ലേ ഓ സൂപ്പർ ആണോ? ഗ്രേസിന്റെ നിഴല് ബാക്കില് കണ്ടാ? എനിക്ക് ആ സമയത്ത് ഇങ്ങോട്ട് ഒട്ടിക്കണ്ടില്ലായിരുന്നു. അപ്പൊ അമ്മേനോട് ഒട്ടിക്കണ്ട് മേടിക്കാൻ പറഞ്ഞപ്പോ അമ്മ മേടിച്ചോണ്ട് വന്നു. ഓക്കെ, എന്തായാലും ഞങ്ങൾ പോകുന്നു. നമ്മുടെ നാനക്കൂട്ടനിലാണ് പോകുന്നത്. അവിടെ പാർക്കിംഗ് കിട്ടും നന്നായിട്ട്. വാ 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 വാ. ആ രാജകുമാരിയും രാജനും. രാജകുമാരി ആണോ ഇവള്? ടയർ തുറല്ലേ? വാ വാ വാ. ആ പ്രിൻസ്. ഹോ, അങ്ങനെ ഞങ്ങള് മാമോദിസയുള്ള വീട്ടിലെത്തിയിട്ട് സന്നജാന്റെ ഫ്രണ്ടിന്റെ വീടാണ്. അപ്പൊ ഇതാണ് നമ്മുടെ മാമോദിസക്കുട്ടി ലൂക്ക്. അപ്പോൾ അങ്ങനെ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു അവിടെ. അപ്പം ഇനി ഞങ്ങള് ലൂക്കിനെ കാണാൻ വേണ്ടി സ്റ്റേജിന്റെ അവിടത്തേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഓരോരുത്തരായിട്ട് ഇങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. ഗിഫ്റ്റ് കൊടുത്ത് ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ വരുന്നുണ്ട്. അങ്ങനെ ഫൈനലി ഞങ്ങളും സ്റ്റേജിൽ കയറി. അപ്പോൾ ഇനി ഇത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് ഇവിടുത്തെ കുറച്ച് പ്രോഗ്രാമുകളൊക്കെ ഉണ്ടാവും. അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ വീട്ടിലേക്ക് പോകണം. വീട്ടിൽ ഞാൻ പറഞ്ഞല്ലോ ഇന്ന് നാളെയാണ് ഊട്ട് തിരുനാൾ ഞങ്ങളുടെ പള്ളിയിൽ. അപ്പോൾ വീട്ടിൽ ഇന്ന് ചെറിയ രീതിയിലൊരു എല്ലാവരും കൂടി ഒന്ന് ഒത്തുചേരാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും അവിടെ എത്തിയിട്ടുണ്ട്. അപ്പം അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അവിടെ കുറച്ച് പിള്ളേർക്ക് പറ്റി കുറേ എന്താ ഗെയിംസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഗ്രേസ് ഇങ്ങനെ ബലൂൺ വീർപ്പിച്ച് പൊട്ടിക്കണ ആ ഒരു ഇതുണ്ടായിരുന്നു. അതിലേക്ക് പോയായിരുന്നു കേട്ടോ. പക്ഷേ ഫുള്ളായിട്ട് ആൾക്ക് വീർപ്പിച്ചൊന്നും പൊട്ടിക്കാൻ പറ്റിയില്ല. എന്നാലും ട്രൈ ചെയ്തു ആൾ. കുറേ ഇങ്ങനെ ഊതി ട്രൈ ചെയ്തു. എന്തായാലും ഭയങ്കര ഹാപ്പി. അവളായിട്ട് എന്നോട് ഇങ്ങോട്ട് പറഞ്ഞാൽ ഞാൻ പോട്ടെ അമ്മ, ഞാൻ ചിലപ്പോൾ ജയിക്കും ചിലപ്പോൾ തോക്കും, എന്നാലും ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ ഗ്രേസ് പോയതാണ് കേട്ടോ. അതന്നെ, ഗ്രേസ് പങ്കെടുത്തു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമ്മുടെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത് കേട്ടോ. നമ്മുടെ ഫേസ്ബുക്ക് പേജ് വരെ ഫോളോ ചെയ്തില്ലെങ്കിൽ ഫോളോ ചെയ്തോളൂ. അങ്ങനെ ദേ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുകയാണ്. സ്റ്റീവിന് ഇടയ്ക്ക് വയലിങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഗ്രേസും ഞങ്ങളങ്ങനെ ഫുഡ് കഴിക്കാണ്ട് അതേ സന്നചാട്ടനും ഇരുന്ന് കഴിക്കാണ്ട്. ഫസ്റ്റ് ട്രിപ്പിൽ തന്നെ ഇരുന്നു, കാരണം ലേറ്റ് ആവാണ്ട് നമുക്ക് അവിടെ എത്തണമല്ലോ, തിരിച്ച് വീട്ടിലേക്ക് എത്തണ്ടേ. അങ്ങനെ ഞങ്ങൾ ദേ അവിടെ നിന്ന് ഇറങ്ങി നേരെ വീട്ടിൽ പോയി. പിന്നെ ദേ നേരെ എൻ്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ പഴുക്കര പള്ളിയുടെ ലൈറ്റിങ് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. നാളെയാണ് ഊട്ട് തിരുനാള്. സൂപ്പർ ലൈറ്റിംഗ്, അടിപൊളി. കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ നമ്മുടെ ചില്ലുമ്പോ ചെറിയ രീതിയിൽ അഴുക്കുള്ളത് കൊണ്ട് ക്ലിയർ. ഒന്ന് സ്ലോ ആക്കിയാ മതി അവിടെ ചെല്ലുമ്പോ. ചേട്ടൻ നോക്കണ്ട. ലൈറ്റ് അടിപൊളി. നോക്കട്ടെ, ഒട്ടകം പുല്ലിയും കണ്ടല്ലോ ചേട്ടാ.
ഇതെന്താ പുല്ലല്ല ഇഷ്ടായാ എന്തൊരു ശിവു ഈശോനത് ഈശോ വഴിയൊക്കെ ഫുള്ള് വീട്ടിലിട്ടിട്ടുണ്ട്. അടിപൊളി എല്ലാം കൊള്ളാം, അടിപൊളി. കളർഫുൾ അല്ലേ? അല്ലെങ്കിൽ ഇടയ്ക്ക് വൈറ്റ് ആയിരുന്നു അല്ലേ മിക്കപ്പോഴും ഇടാറ് അല്ലല്ലേ? ഞങ്ങളുടെ പള്ളിയില് നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ ഉണ്ടാവാറുണ്ട്. വീടുകളൊക്കെ അടിപൊളിയായിട്ട് ഇങ്ങനെ കളർഫുൾ ആക്കിയിട്ടുണ്ട്. എന്തേടാ ഇവിടെ വൈറ്റ് ലൈറ്റ് ഇട്ടാണ്. ആ എന്ത് ചോദിച്ചു? ഒട്ടക്കത്തിനെയാ ഇപ്രാവശ്യം പെരുന്നാൾ നടത്തണ്ടേ? പുറത്ത് പ്രസിദ്ധേന്തി പ്രവാസികളാ, പുറത്ത് ജോലി ചെയ്യുന്ന ചേട്ടന്മാരാ. നമ്മുടെ ഒട്ടകത്ത് റിയൽ അല്ല. എന്തൊരു ശിവു. അപ്പൊ അങ്ങനെ ഞങ്ങള് വീട്ടിലെത്തി. ഇവിടെ മെഴുകുതിരിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ജിതിനൊക്കെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പാപ്പ ലൈറ്റ് ട്യൂബ് ലൈറ്റ് ഒക്കെ ഇട്ടേക്കാണല്ലോ, അത് കാരണം എന്റെ അടുത്ത് ലൈറ്റ് കാണുന്നില്ല. ഇപ്പൊ വരൂട്ടാ പാപ്പ. ഈശോയെ വാ 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 ഇറങ്ങി ഇറങ്ങി. സൈക്ലിംഗ് മാത്രമേ ഉള്ളൂ? പിള്ളേര് മൊത്തം സൈക്കിളോട്ടാ. ഈ ലൈറ്റ് ഒക്കെ ഓഫ് ചെയ്യാറുണ്ട് ഡാഡി, എന്നാൽ ഈ ലൈറ്റിന്റെ ഭംഗി അറിയുള്ളൂ. ഈ ലൈറ്റും വാടേ ദിവസം ഭാഗത്തേക്ക് പോണേട്ടാ. തൂക്കം പോവാണ്. എന്തേ റോങ് ആണോന്ന് അറിയാനാണോ? കറക്റ്റ് ആയിരിക്കും ചേട്ടാ. 93 93 55 കിലോടെ പോയി. പിന്നെ നീ എത്ര കിലോ ഉണ്ടാ? വെയിറ്റ് കുറവുള്ള ആളുടെ വെയിറ്റ് മാറ്റടി. കാണുന്ന വെയിറ്റ് കണ്ടേ? നീ 69. 64 72. എന്തിട്ടടി ഇത്? ഞാൻ പറഞ്ഞ കറക്റ്റ് അല്ലേ? ഞാൻ എത്ര പറഞ്ഞേ? 68. നീ 70 പറഞ്ഞില്ല ആണോ? അവളാണോ? ഞാൻ നിന്റെ വെയിറ്റ് മറന്നുപോയി വിടൂ. സത്യം പറഞ്ഞാൽ മറന്നുപോയി. ഗ്രേസ് 18 കിലോ ഉണ്ട്, എനിക്കറിയാം. 63. എല്ലാവരും ഇപ്പൊ ഒരേ വെയിറ്റ് ആണല്ലോ. പക്ഷോ നാണ കുലീനതയായി വരൂ. പേരെന്താ? ജിതിൻ കൂട്ടനെ നമ്മള് കാണിച്ചില്ലായിരുന്നു. അല്ല നേരത്തെ കാണിച്ചോ? ജിതിനെ കാലങ്ങളെ കാണിച്ചിട്ട്. ഇവിടെ നമ്മള് വീഡിയോയിലേ കാണിച്ചിട്ടില്ലല്ലോ. അല്ല, ഇത് മിടുവിന്റെ ആന്റി. മിടുവിന്റെ ആന്റിയുടെ മോളാണ് ഇത് അന്ന. ഇത് മിടുവിന്റെ മൂത്ത വല്യമ്മയുടെ മോൻ ജിതിൻ. പിന്നെ എല്ലാവരും കണ്ടിട്ടുണ്ടോ? കാണ്ടിരിക്കില്ല. അപ്പൊ ഇവിടെ അമ്മയും മോളും കൂടി ഇതേ കറികളൊക്കെ പകർത്തിക്കൊണ്ടിരിക്കുകയാണ്. നീ എന്നിട്ട് തലയിൽ കൊച്ചിന്റെ മറ്റേ ആ സാധനമൊക്കെ വെച്ച് രാജകുമാരിനെ പോലെ ഇരിക്കുന്നു. ആ ശരിക്കും രാജകുമാരിമാര് കണ്ടിട്ടുണ്ടെങ്കിൽ മാറിപ്പോകും. എന്നിട്ട് നല്ല രസമുണ്ട് കേട്ടോ, നല്ല മാച്ച് ഉണ്ട് ഡ്രസ്സായിട്ട്. ആ റിയലി. ആ കയ്യിലാ മഞ്ഞ കളറിലുള്ള ക്യാബേജും കൂടി പിടിച്ചപ്പോ അവിടെ മാച്ചായി. ഇത് സന്തോഷായില്ലേ? ഞാൻ പറഞ്ഞ പണികളൊക്കെ ചെയ്തില്ലേ? പറ്റില്ല. ഇവിടെ അമ്മ പാവം ഈ കറികളൊക്കെ ഞാൻ വെച്ച ചിക്കൻ കറി അമ്മ ഇളക്കിക്കൊണ്ടിരിക്കണേ. ബീഫ് ഇതിൽ ഞാൻ ഇളക്കിയിട്ടുണ്ടായി തോന്നുന്നു. നല്ല വരട്ടിയ ബീഫ്. ചൂട് വേണല്ലോ. ഇതേ നമ്മുടെ ആൽബിക്കുട്ടൻ, ആൽബിമോൻ. ഹായ് പറയട്ടെ എല്ലാവരോടും. ആൽബിമോൻ മുടിയൊക്കെ വെട്ടിയിട്ടുണ്ട്. സ്റ്റൈല് കണ്ടു. അച്ചടാ, ഗ്രേസിനെ ചെറുപ്പത്തിൽ തുടങ്ങി എടുക്കാറുള്ള ജിതിൻ ഇപ്പൊ വലുതായപ്പോൾ എടുക്കേണ്ടി വരുന്നു. അമ്മ ഇവിടെ നട്ടറേറി എടുത്തോണ്ടിരിക്കുന്നു.
ഓഹോ നെട്ടന്റെ സൈഡിലൊരു നെയ്യുണ്ട്, അതാണ് അതിന്റെ ടേസ്റ്റ്. നമ്മൾ ചാറ് സൈഡിൽ നിന്ന് ഇങ്ങനെ കോരി ഒഴിക്കണേ. അപ്പൊ ഇവിടെ അതെ പരിചയപ്പെടുത്തും. ചോറ്, മീൻകറി, ബീഫ്, മാങ്ങക്കറി, ക്യാബേജ്, സാലഡ്, ചിക്കൻ കറി, അച്ചാറ്, വീണ്ടും മീൻകറി. രണ്ടുപേരും മീൻകറി അല്ലേ? അതെ, പക്ഷെ എടുക്കാൻ എളുപ്പത്തിന് വേണ്ടി രണ്ട് ഇതാക്കിയതാ. വെള്ളം പാത്രം. അപ്പൊ ഇത് ഫുഡ് കഴിക്കാം. യെസ്, നമ്മുടെ രണ്ടാമത്തെ ഫുഡ് വീണ്ടും. എന്താ അല്ലേ, ഞാൻ കുറച്ച് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. ഞാൻ എന്തോരം എടുത്ത് കഴിച്ചു എന്നും നീ എന്തോരം കഴിച്ചു എന്നും ഈ വീഡിയോ കണ്ടോണ്ടിരിക്കുന്നവർക്ക് ഒന്ന് ബാക്ക് അടിച്ച് നോക്കി കാണാൻ പറ്റും. നിങ്ങളൊന്ന് ബാക്കിലേക്ക് പോയിട്ട് നോക്കണേ, ആരാണ് കൂടുതൽ ഭക്ഷണം കഴിച്ചത്. അപ്പൊ ഞാൻ ഇച്ചിരി എടുത്തു. എന്തായാലും ഇന്നത്തെ ദിവസം അടിപൊളിയായിരുന്നു. ആരണോ ഞാൻ കണിയണ്ടേ? ഞാൻ ചേട്ടന്റെ കാല് തട്ടിട്ടാണ് എനിക്ക് പോയി. അപ്പൊ ചേട്ടൻ എന്നെ കണ്ടു. നാളെ മുതൽ നീ എന്നെ മുന്നിൽ വന്നോളൂ ഇങ്ങനെ എന്നും. അപ്പൊ അങ്ങനെ ഇതേ ഞങ്ങളുടെ ഭക്ഷണം കഴിച്ച് കുറച്ചു നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്ന് ഞങ്ങളിത് തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പൊ ബാക്കി വിശേഷമൊക്കെ അടുത്ത വീഡിയോ കാണാം. ബൈ 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 ബൈ. അടിപൊളി കണ്ട് കൊട പിടിച്ചിക്കണ്. വീട് ചെണ്ടെടുത്തോണ്ടല്ലോ. പള്ളിയുടെ മുന്നിൽ